കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 91 അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങളോടെയാണ്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിച്ചു കളയും. അവർ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പം ഈ വചനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുൻപിൽ പ്രത്യേകിച്ച് ഈശോയുടെ മക്കളായ നമ്മുടെ മുൻപിൽ എന്തു വരും? പരീക്ഷണങ്ങൾ വരും. അത് പലതായിട്ട് വരും. പെരുമ്പാമ്പായിട്ട് വരും, ബാലസിംഹമായിട്ട് വരും. പക്ഷേ ഈശോ എന്തു പറയുന്നു? ഇതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് നമ്മുടെ കാല് അതിൻ്റെ ഉള്ളിൽ തട്ടിപ്പോകാതെ, എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ലേ, എൻ്റെ ദൈവമേ, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലേ ചില അനുഭവങ്ങളിൽ നിന്ന്. അതാണ് നമ്മുടെ ഈശോ നമ്മളെ ഈശോയിൽ മുറുകെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? വലിയ വലിയ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും കണ്ണിൽ കൊള്ളേണ്ടിയിരുന്നത് പിരികത്ത് കൊണ്ടുപോയിന്ന്. അതുപോലൊക്കെയുള്ള അത്ഭുതങ്ങൾ ഈശോ എന്ത് ചെയ്യും? മിറക്കിൾസ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും? ഈശോ പ്രവർത്തിക്കും. ഈശോയുടെ മക്കൾ എന്ത് ചെയ്യേണ്ട? ഒരിക്കലും പേടിക്കേണ്ട. ഈശോ നമ്മളെ ഇതിലൊന്നും തട്ടാതെ ഇവരെയൊക്കെ ചവിട്ടി മെതിച്ച് നമ്മൾ പോയി ഉന്നത വിജയം നമ്മളെ ഉയർത്തുമെന്നാണ് ഈശോ ഈ വചനത്തിലൂടെ പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം. കാരണം ഈ മാവിൽ ഇത്തിലക്കണ്ണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല, ഇങ്ങനെ മാവിൽ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടി. അത് കയറി കഴിഞ്ഞ് എന്ത് ചെയ്യും? മാങ്ങയും കേടാവും, മാവും പിന്നെ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഏത് മരങ്ങളും എന്ത് ചെയ്യും? നശിച്ചു പോവും. അത് കയറി കഴിഞ്ഞ് നമ്മളത് വെട്ടി ഇതാക്കി കളഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അതുപോലെ നമ്മുടെ ലൈഫിനെ ചുറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ആസക്തികളുണ്ട്. ചിലപ്പോൾ അത് മദ്യമായിരിക്കും, കൂട്ടുകെട്ടായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒന്നിട്ടും എന്ത് ചെയ്യുക? എല്ലാം വേണം, ഒന്നിട്ടും എന്ത് ചെയ്യുക? അഡിക്റ്റ് ആവാതിരിക്കുക. അതാണ് എല്ലാം നമുക്ക് വേണം. ലൈഫാണ്, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം, എൻജോയ് ചെയ്യണം. ഒന്നിലേക്കും എല്ലാത്തേട്ടും എന്ത് ചെയ്യണം? ഒരു ലിമിറ്റ് ഇടണം. അപ്പോൾ ഈശോയുടെ മക്കൾ എന്ത് ചെയ്യുക? ഈശോ നമുക്ക് ആ ഒരു ലിമിറ്റും ഈശോയുടെ സംരക്ഷണവും ആ ഒരു പവറും ഒക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈശോയുടെ വചനം വെച്ച് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.